എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62 അധ്യായം 2 വാക്യം. യെശയ്യാവ് 62:2. ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായി കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് വീണ്ടും ജീവിപ്പിക്കേണ്ടതിനാണ്. അതുകൊണ്ട് ദൈവത്തിൽ നമ്മൾ സന്തോഷിക്കുന്നു എന്നതാണ് 85-ാം സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ വായിച്ചത്. അങ്ങനെ ദൈവം തെരഞ്ഞെടുത്ത് വീണ്ടും ജീവിപ്പിക്കപ്പെടുന്നവരുടെ അനുഭവത്തിലൊന്നാണ് പുതിയ പേര് നൽകപ്പെടുക എന്നത്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ അധരം. ആ അധരമാണ് പുതിയ പേര് കൽപ്പിക്കുന്നത്. എല്ലാവരും തള്ളിക്കളഞ്ഞ് ശൂന്യമായി പോകുന്ന ജീവിതങ്ങളെ ദൈവം തമ്പുരാൻ കൽപ്പിച്ചിരിക്കുന്ന പുതിയ പേര് നിമിത്തം എഴുന്നേൽപ്പിച്ച് ജീവിതത്തിൻ്റെ സജീവതയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സഹായിക്കുന്നു. വ്യത്യസ്തമായ പേരുകൾ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഹെപ്സീബ, ആ പേരിൻ്റെ അർത്ഥം ഇഷ്ട എന്നാണ്. ദൈവത്തിന് പ്രിയപ്പെട്ട ആൾ. ദേശങ്ങൾക്ക് പേര് വിളിക്കപ്പെടുന്നു. ബയൂല, അത് ദൈവം തമ്പുരാൻ്റെ ഇഷ്ടമുള്ള ദൈവാനുഭവമുള്ള ഒരു പേരായി നൽകപ്പെടുന്നു. അങ്ങനെ നമ്മോട് പ്രത്യേക പ്രിയവും പ്രത്യേക സന്തോഷവും ദൈവം തമ്പുരാൻ കാണിക്കുന്നു. സ്ഥിരമായ ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. പാപം ചെയ്യാനുള്ള വ്യഗ്രത മാറ്റിയിട്ട് പാപത്തെ ജയിച്ച് കീഴടക്കാനായി ദൈവകൃപ പ്രാപിക്കാൻ പ്രത്യേകം ഒരു ജാഗരണം ആവശ്യമാണ്. പുതിയ പേര് നൽകപ്പെടുമ്പോൾ പുതിയ ആത്മാവിനെ, അതായത് ദൈവത്തിൻ്റെ ആത്മാവിനെ പുതുക്കി നമ്മളെ വീണ്ടും നിലനിർത്തുന്നു. സമർപ്പണത്തെ ഒന്ന് പുതുക്കുന്നു. കാത്തിരിക്കുന്നവർക്ക് ശക്തി പുതുതാക്കപ്പെടുന്നുവെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ വായിക്കുന്നു. പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യൻ എന്ന് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു. അപ്പോൾ ദൈവാത്മാവ് ഉള്ളിൽ വരുമ്പോൾ അറിവിൻ്റെയും ഗ്രഹണശക്തിയുടെയും സീമകൾ വിശാലമാക്കപ്പെടുന്നു. പലതും പുതുതായി ഗ്രഹിക്കാൻ പ്രത്യേക ശ്രമം ഒന്നും വേണ്ട. ദൈവിക പരിജ്ഞാനം പ്രാപിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുകയാണ്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് പ്രതിമയായി രൂപാന്തരപ്പെടുകയാണ്. നീതിയിലും വിശുദ്ധിയിലും പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെന്ന് എഫേസ്യർ 4-ാം അധ്യായത്തിൽ കാണുന്നു. നല്ല തീരുമാനങ്ങൾ എടുത്ത് നല്ല പാതയിൽ തന്നെ മുന്നേറി കഴിയുമ്പോൾ യാന്ത്രികമായ ഒരു ചിട്ട ജീവിതത്തിൽ അനുഭവപ്പെടുന്നു. എല്ലാം ഒരു ശീലം മാത്രമായി അനുഭവപ്പെടുന്നു. അപ്പോഴൊക്കെ ഒന്ന് നിന്ന് എല്ലാം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ വിനയപ്പെട്ട് ഒരു പുതുക്കം പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ആത്മാവ് പുതുക്കപ്പെട്ടാൽ മാത്രം പോരാ, അകമേയുള്ള മനുഷ്യനും പുതുക്കപ്പെടണം. നീതിയും വിശുദ്ധിയും മറ്റുള്ളവരുടെ മുൻപാകെ പ്രകടമാകേണ്ട ഗുണങ്ങളാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ ദൈവവചനം ആഹ്വാനം ചെയ്യുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിൽ മനസ്സ് പുതുക്കുന്നത് ദൈവവചനത്താലാണ്. ദൈവവചനം ധ്യാനിച്ച് ഭക്ഷിച്ച് ബലപ്പെടണം.
ദൈവവചനത്താൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കാൻ സാധിക്കും. എന്തും കാണിച്ചുകൊണ്ട്, എന്തും പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് പ്രസാദമുള്ള ആരാധന അർപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് ഒരു പുതുക്കം ആവശ്യമാണ്. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കുമെന്ന് 138 സങ്കീർത്തനത്തിൽ വായിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 138 സങ്കീർത്തനം. ധാരാളം വാഗ്ദത്തങ്ങളെ തന്ന് നമ്മെ ഉറപ്പിക്കുന്ന ഒരു കീർത്തനമാണ്. ദൈവത്തിൻ്റെ നാമത്തിനു മേലെ അവിടുന്ന് തൻ്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ നാവും മുഴങ്കാലും മടങ്ങുന്ന നാമമാണ് ദൈവിക, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ നാമം. അതിനേക്കാളും മഹത്വപ്പെടുത്തിയിരിക്കുന്ന ഒന്നേ ഉള്ളൂ, അത് ദൈവിക വാഗ്ദത്തമാണ്. തിരുവായി മൊഴിഞ്ഞു തന്ന വാഗ്ദത്തങ്ങൾക്ക് ദൈവിക നാമത്തെക്കാളും ഉന്നതമായ പദവിയും സ്ഥാനവുമുണ്ട്. കഷ്ടത ഒരു ദൈവ പൈതലിൻ്റെ അവസാനമല്ല. ലോകമനുഷ്യൻ ഒരുപക്ഷെ കഷ്ടതയിൽ തകർന്നുപോയി എന്ന് വരാം, എന്നാൽ ഒരു ദൈവ പൈതൽ പൂർണ്ണമായും യഥാസ്ഥാനപ്പെടും. കഷ്ടതയുടെ നടുവിൽ ഉറച്ചും ഏറ്റുപറഞ്ഞും മുന്നേറുമ്പോൾ ദൈവം പരിസമാപ്തി വരുത്തും. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. തകർച്ചയുടെ കാഠിന്യത്തിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടും ജീവിപ്പിക്കും. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്നു. അടിച്ച് മുറിവേൽപ്പിക്കപ്പെട്ടും കടിച്ച് കീറിയും ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായ യഥാസ്ഥാനത്തിലേക്ക് വരുത്തുന്നവനാണ് ദൈവം. ആശയും പ്രതീക്ഷയും എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതുന്നുവോ, അവിടെ നിന്ന് നമ്മെ വീണ്ടും ജീവിപ്പിക്കും. അവിടുന്ന് നമ്മുടെ മുറിവ് കെട്ടും, പിന്നെ ജീവിപ്പിക്കും, പിന്നെ എഴുന്നേൽപ്പിക്കും, പിന്നെ നമ്മൾ അവിടുത്തെ മുൻപാകെ ജീവിക്കും. പടിപടിയായി അവിടുന്ന് നമ്മെ പ്രയോജനപ്പെടുത്തും. പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുന്നതോടൊപ്പം അവിടുന്ന് തന്നെ നമ്മെ ഔദാര്യമായി സ്നേഹിക്കും. കലവറയില്ലാതെയും പരിധിയില്ലാതെയും തൻ്റെ സ്നേഹം പകർന്നു തരും. രോഗം പൂർണ്ണമായി മാറിയിട്ട് ആരോഗ്യം ഉളവാക്കുന്ന പോഷക ഗുണമുള്ള ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് ഇത് നമുക്ക് പ്രയോജനം ചെയ്യുന്നത്. പുറപ്പെടുവിക്കുന്ന ഫലം എല്ലാവർക്കും പ്രകടമായി കാണാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ വേരൂന്നി പൂത്ത് പടർന്നു നിൽക്കുന്ന അനുഭവമാണ്. അത് ഭംഗിയായി വാസന പ്രാപിച്ച്, തളിർത്ത്, കീർത്തി പ്രാപിച്ച്, ഫലം പുറപ്പെടുവിച്ച്, അതായത് ജീവിതത്തിൻ്റെ മുക്കും മൂലയും എല്ലാ വശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നാണ് അതിൻ്റെ അർത്ഥം. വീണ്ടും ജീവൻ പ്രാപിക്കുന്നത് എങ്ങനെ എന്നതും വിശുദ്ധവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. ആത്മാവിൻ്റെ പ്രവർത്തനമില്ലാതെ ജീവൻ പ്രാപിക്കാൻ നമുക്ക് സാധിക്കില്ല. യെഹെസ്കേൽ പ്രവാചകൻ കണ്ട ദർശനത്തിൽ ജീവനില്ലാതെ കിടന്ന അസ്ഥികൾ കൂടിച്ചേരുകയും കാറ്റടിച്ചപ്പോൾ എഴുന്നേറ്റ് മഹാസൈന്യമായി നിവർന്നു നിന്നു. കാറ്റെ, ജീവൻ പ്രാപിക്കേണ്ടതിന് അവയുടെ മേൽ ഊതുക എന്നാണ് പ്രവചനം. അപ്പോൾ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഈ ഭാഗങ്ങൾ നിഷ്പ്രയോജനമായി കൃമിക്ക് ഇരയായി പോയതൊക്കെ ആ ജീർണതയിൽ നിന്ന് ജീവൻ പ്രാപിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ജീവന്റെ ആത്മാവ് നമ്മെ കാലൂന്നി നിൽക്കാൻ, പുതു സൃഷ്ടിയാക്കാൻ സഹായിക്കുന്നു. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ പുതുക്കപ്പെടാനുള്ള ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ദൈവമേ, നീ എന്നെ പുതുക്കണമേ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ എന്ന ഇസ്രായേൽ മക്കളുടെ ചോദ്യം. അങ്ങനെ വീണ്ടും പുതുക്കത്തിൻ്റെ ജീവൻ്റെ അനുഭവത്തിൽ നിലനിൽപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം. പ്രതീക്ഷയുടെയും ഒരു പുതിയ പകലിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ സമർപ്പണത്തിലൊരു പുതുക്കം നൽകണമേ. വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ
പുതിയ തീരുമാനങ്ങളോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു വർഷം ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ ലഭിച്ച നന്മകളെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പുതിയ പ്രതീക്ഷയോടെ ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപ അനവരതമായി കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പുതിയ നാളുകൾ നൽകണമേ. യേശു മിശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും കൃപയും അനുഗ്രഹവും പുതുക്കവും നമ്മെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.